ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കിടിലൻ ടേസ്റ്റുള്ളൊരു ഈവനിങ് റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഈവനിങ് റെസിപ്പി മാത്രമല്ല കേട്ടോ, ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കൊക്കെ തയ്യാറാക്കി നോക്കുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കിടിലനായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ജസ്റ്റ് ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് മൂപ്പിച്ച് എടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും മല്ലിയില, പുതിനയില കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി മസാല കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടികളോടൊക്കെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചില്ലി സോസും കുറച്ച് സോയാ സോസും പിന്നെ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ട് നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. ബീഫ് ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ടും മുള്ളില്ലാത്ത മീൻ വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കുന്ന ഷീറ്റില്ലേ, അതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സമൂസ ഷീറ്റിലേക്ക് നല്ല രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ബ്രെഡാണ് വെച്ചെടുക്കുന്നത് കേട്ടോ. ബ്രെഡ് ഒന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മൈദ ഒന്നങ്ങ് പേസ്റ്റാക്കിയിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കൂടുതലായി പോകണ്ട കേട്ടോ, പുറത്തേക്ക് പോവും. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ നമുക്കിങ്ങനെ വിട്ടൊന്നും പോവാതെ സെറ്റായിട്ട് കിട്ടുകയും ചെയ്തോളും. ഇതുപോലെ അങ്ങ് മൈദ ബ്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു സൈഡിലും കൂടി ഒന്ന് മൈദയുടെ ഒരു മിക്സ് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് സീൽ ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഭാഗത്തുള്ള ഫില്ലിംഗ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ പുറത്ത് പോവുകയും ചെയ്യില്ല. നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് കിട്ടാനായിട്ടൊന്നുമില്ല, എന്നൊരു കളറൊക്കെ മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് കഴിയുകയും ചെയ്യും. ഒരു വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്